ബംഗ്ലാദേശിന്റെ ഭാഗമായി നിൽക്കുന്ന 60 കിലോമീറ്ററിലധികം ദൂരം ഇന്ത്യ പിടിച്ചെടുത്തതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ബംഗ്ലാദേശ് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജിയോ പൊളിറ്റിക്കലി ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ എത്തണമെങ്കിൽ, വടക്ക് കിഴക്കൻ മേഖല, 7 സിസ്റ്റേഴ്സ് അല്ലെ, ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഇവിടെ എല്ലാം എത്തണമെങ്കിൽ ഒരു ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം കടക്കണം. കോഴിക്കഴുത്ത് പോലെ കിടക്കുന്ന സിലിഗുരി കോറിഡോർ, അത് ബംഗ്ലാദേശിന്റെ വടക്ക് ഭാഗത്ത് ചുറ്റി ബംഗാൾ, ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിന്റെ വടക്കൻ പ്രദേശമാണ്. 22 കിലോമീറ്റർ മാത്രം ചില ലോവസ്റ്റ് പോയിന്റിൽ വീതിയുള്ള ഒരു നെക്കാണ്. അപ്പം അതിലെയുള്ള സപ്ലൈ തടസ്സപ്പെട്ടാൽ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്കുള്ള മിലിറ്ററി ആൻഡ് അതർ എസെൻഷ്യൽ സപ്ലൈ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടാം. അതുകൊണ്ട് ഇന്ത്യയുടെ അഖിലസ് ഹീൽ എന്നാണ് ഈ ചിക്കൻ നെക്കിനെ അറിയപ്പെടുന്നത്. അഖിലസ് ഹീൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അഖിലസ് ഒരു ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രവും നായകനുമൊക്കെയാണ്. അഖിലസിനെ ആർക്കും പരാജയപ്പെടുത്താൻ ആവില്ല. പക്ഷേ അഖിലസിനും ഒരു ദൗർബല്യമുള്ള ശരീരഭാഗമുണ്ട്. അത് ഉപ്പൂറ്റിയുടെ തൊട്ടടുത്തുള്ള ഭാഗമാണ്, ഹീലാണ്. അവിടെ അമ്പെയ്ത് കൊള്ളിക്കുകയോ അവിടെ മുറിപ്പെടുത്തുകയോ ചെയ്തെങ്കിൽ മാത്രമേ അഖിലസിനെ പരാജയപ്പെടുത്താനാവൂ. അതുപോലെ തന്നെ ദുര്യോധനന്റെ ഏറ്റവും വൾണറബിൾ ഭാഗം, ദൗർബല്യമുള്ള ഭാഗം തുടയാണ്. അപ്പൊ തുടയിലാണ് ഭീമസേനൻ അവസാനം അടിച്ച് ദുര്യോധനെ പരാജയപ്പെടുത്തുന്നത് ഗദയുദ്ധത്തിൽ. അതുപോലെ ഇന്ത്യയെ പരാജയപ്പെടുത്തണമെങ്കിൽ, സൈനികമായ ഏതെങ്കിലും ഓപ്പറേഷനിൽ ശത്രുക്കൾക്ക് പാകിസ്ഥാന് വിജയം ഉണ്ടാവണമെങ്കിൽ ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചിക്കൻ നെക്ക് ഒന്ന് ദുർബലമാക്കിയെടുക്കുക. അങ്ങനെ ഇന്ത്യയുടെ ചരക്ക് നീക്കവും മറ്റു വാഹന നീക്കവും ഗതാഗതവും എല്ലാം തടഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ വിൽ ഗെറ്റ് ചോക്ഡ്. ഇതാണ് പദ്ധതി. ഇപ്പൊ ഇത് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ അധികാരം ഏറ്റെടുത്തത് മുതൽ പാകിസ്ഥാനും ബംഗ്ലാദേശും, പണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ ഒറ്റ രാജ്യമായിരുന്നു പാകിസ്ഥാൻ. 71 ഇന്ത്യ കൂടി സഹായിച്ചാണല്ലോ ബംഗ്ലാദേശ് വിമോചനം സാധ്യമാക്കുന്നത്. വീണ്ടും അവരൊന്നിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ ഈ രണ്ട് രാജ്യങ്ങളും കൂടുതൽ സഹകരണത്തിന്റെ മേഖലകൾ അണ്ണനും തമ്പിയുമാണ്. പല യുദ്ധവിമാനങ്ങളും ബംഗ്ലാദേശിന് നൽകാമെന്ന് പാകിസ്ഥാന്റെ ഉറപ്പ് വരെ വന്നിട്ടുണ്ട്. തീർച്ചയായും അണ്ണൻ തമ്പി കളിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ബംഗ്ലാദേശിന്റെ ഒരു ചാരൻ എന്ന് പറയുന്നത് ശരിയല്ല, ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു മുഖം യൂനുസ് മുള്ള, അദ്ദേഹം ചില സ്ട്രാറ്റജിക്കായ ചർച്ചകൾ പാകിസ്ഥാന്റെ ഉന്നത സൈനിക നേതൃത്വവുമായി, അത് അസിം മുനീറിന്റെ ഡെപ്യൂട്ടി എന്ന് വായിച്ചെടുക്കാം, സംസാരിച്ചതും അങ്ങനെ ആ പ്രദേശത്തെ ദുർബലമാക്കാനുള്ള ഒരു സ്ട്രാറ്റജി പാകിസ്ഥാൻ സഹായത്തോടു കൂടി ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണകൂടം ഈ പല ആളുകളെ, അവിടുത്തെ ലോക്കൽസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നു. സമാന്തരമായി മറ്റൊരു റിപ്പോർട്ട് കൂടി സ്ഥിരീകരിക്കപ്പെട്ടതല്ല എങ്കിൽ പോലും വെളിയിൽ വരികയാണ്. ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ആ റിപ്പോർട്ട് അനുസരിച്ച് ചിക്കൻ നെക്ക് ഭാഗത്ത് 60 കിലോമീറ്ററോളം ദൂരം ഇന്ത്യ ആ ചിക്കൻ നെക്കിന്റെ ബോർഡർ ഇന്ത്യക്ക് അനുകൂലമായി വികസിപ്പിക്കുന്നു എന്ന രീതിയിലാണ്. ഇന്ത്യയുടെ സൈനിക നീക്കം എന്ന രീതിയിലല്ല, മറിച്ച് ഇന്ത്യൻ സ്വാധീനം അവിടേക്ക് കൂടി വികസിപ്പിക്കുന്നു. അതിനർത്ഥം ദർ ആർ നോ മാൻസ് ലാൻഡ്, മാർഷി ലാൻഡുകൾ, ചെറിയ ഊഷര ഭൂമികൾ, ഈ കാര്യമായ വേലിക്കെട്ടൊന്നും ഇല്ലാതെ കിടക്കുന്ന ചില, ആരുടേതെന്ന് കൃത്യമായി തിരിച്ചറിയാനാവാതെ കിടക്കുന്ന ചില പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുന്നു എന്ന അൺകൺഫേംഡ് റിപ്പോർട്ടുകൾ വരുന്നു. ഇത് സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല. സ്ട്രാറ്റജിക് സൈലൻസ് എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ, മൗനം മറുപടി ആയുധത്തിലൂടെ. ചില കാര്യങ്ങളിൽ മൗനം വളരെ വാചാലമാണ്, മറുപടി പ്രവൃത്തിയിലൂടെ മതിയാകും, വാക്കുകളിലൂടെ. ട്രംപിന്റെ കാര്യം എടുത്തു നോക്കൂ. ട്രംപ് നിരന്തരം വെട്ടിമുട്ടിക്കുകയാണ് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. ഇതിനൊന്നും മറുപടി പറയാൻ തക്ക വലിയ വർത്തമാനമല്ലത് എന്ന ഒരു നിലപാട് നിൽക്കുകയാണ്. എത്ര പ്രാവശ്യമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ച തൻ്റെ ഇടപാടാണെന്ന്? ഇന്ത്യ ആണെന്നോ അല്ലെന്നോ പറഞ്ഞു. ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരും. ഇത് പറയേണ്ടതാരാണ്?
നരേന്ദ്രമോദിയാണ്. പറഞ്ഞതാരാണ്? ഡൊണാൾഡ് ട്രംപ്. സ്ഥിരീകരിക്കേണ്ടതാരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി. സ്ഥിരീകരിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും അഭിപ്രായ പ്രകടനങ്ങൾ പലരും ചെയ്യും, വാർത്തകൾ പലതും വരും. ഇതിന് കൃത്യമായ സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കൺവേർജൻസ് ഓഫ് 5 countries at one point. നോക്കൂ, ഇന്ത്യയുടെ സിക്കിം എന്ന പ്രദേശം, സംസ്ഥാനം, അത് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ ആ ബംഗ്ലാദേശുമായി ചേർന്ന് നിൽക്കുന്ന ആ സിലിഗുരി കോറിഡോറിന്റെ വടക്കാണ്. ഭൂട്ടാൻ അതിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത രാജ്യം, നേപ്പാൾ അതിന് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പർവ്വത രാജ്യം, ചൈന അതൊക്കെ മുകളിൽ. അപ്പം ദോക്കലാം പ്രദേശത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അറിയാമല്ലോ. മുൻകാലങ്ങളിൽ ചൈന ഇന്ത്യ മുഖാമുഖം വന്ന ആ പ്രദേശം. അതുകൊണ്ട് ഈ സിക്കിമിന്റെ അടുത്തുകൂടി പോകുന്ന ഏറിയായി ചൈന പണ്ടേ കണ്ണുവെച്ചിട്ടുള്ളതാണ്. ഇപ്പം ബംഗ്ലാദേശിനെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട്, പാകിസ്ഥാനെ കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ആ ഭാഗത്ത് അസ്ഥിരത സൃഷ്ടിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ശക്തിയെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ വടക്ക് കിഴക്ക് മേഖലയിലേക്ക് പോകുമ്പോൾ ബംഗ്ലാദേശിലെ സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ തന്നെ നിരന്തരം ഇന്ത്യക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുക, അനാവശ്യമായ പ്രസ്താവനകൾ നടത്തുക. പക്ഷേ ഇന്ത്യ അതിനെയൊന്നും വലിയ രീതിയിൽ പരിഗണിച്ചിരുന്നില്ല. ഇനി ഇപ്പോൾ പാകിസ്ഥാനുമായി വലിയ രീതിയിൽ അടുക്കുന്നു, അമേരിക്കയുമായി അടുക്കുന്നു. ഇനി നമുക്ക് അങ്ങനെ ആ രാജ്യത്തെ അവഗണിച്ച് തള്ളിക്കളയാൻ കഴിയുമോ? ഒരിക്കലും ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് അവഗണിക്കാനാവില്ല. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ആത്യന്തികമായ ബംഗാളികൾ അവരൊന്നാണ്. ഇന്ത്യയുടെ പശ്ചിമ ബംഗാളിലുള്ളവരും ബംഗ്ലാദേശിലുള്ളവരും സംസാരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ദേ ഹാവ് നത്തിങ് ഇൻ കോമൺ വിത്ത് ഉറുദു സ്പീക്കിംഗ് പാകിസ്ഥാനീസ്, അല്ലേ? ഇത് തമ്മിൽ അതുകൊണ്ട് അവർ വേടെടുത്ത് പോയതിൻ്റെ കാരണം തന്നെ ഇത് ചേരില്ല. സ്വാഭാവികമായി ബംഗ്ലാദേശ് സാംസ്കാരികമായി ഇന്ത്യയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ജനത മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് എങ്കിൽ പോലും ഹിന്ദുക്കളുടെ 8% മാത്രമേ ഇപ്പോഴുള്ളൂ. പക്ഷേ ഇന്ത്യയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം ബംഗ്ലാദേശ് എക്കാലത്തും പുലർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ കൂടെ ഒത്താശയോടുകൂടിയാണ് മുൻപ് ബൈഡൻ ഭരണകാലത്ത് ബംഗ്ലാദേശിൽ അട്ടിമറി, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അകത്ത് നുഴഞ്ഞു കയറി, പ്രക്ഷോഭകരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അട്ടിമറി നടത്തുകയും ഇന്ത്യ വിരുദ്ധമായ ഒരു മനോഭാവം ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുക്കുകയും, അങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരാണ് റസാക്കർ എന്ന് പറയുന്നത് പക്ഷപാതികളെ ഇപ്പോൾ ബംഗ്ലാദേശിൽ അഭിമാനപൂർവ്വം അവർ പറയുകയാണ്, ഐ ആം ഓൾസോ എ റസാക്കർ, മീ ടു റസാക്കർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പഴയ ഒരു പാകിസ്ഥാൻ വിരോധം ബംഗ്ലാദേശിൽ പൊതുവേ ഇല്ല എന്ന ധാരണയാണ് പുറമെ വരുന്നത്. ഇത് ചൈന കാത്തിരുന്ന നിമിഷമാണ്, പാകിസ്ഥാൻ കാത്തിരുന്ന നിമിഷമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല എങ്കിൽ പോലും സാകുതം വീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വെല്ലുവിളി മാത്രമല്ല, ബംഗ്ലാദേശിനെ ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കലും ഇന്ത്യ വിരുദ്ധരല്ല, ഇന്ത്യയിലെ ജനങ്ങൾ ബംഗ്ലാദേശ് വിരുദ്ധരുമല്ല. ബംഗ്ലാദേശിന്റെ ഭരണകൂടം നിരന്തരമായി ജനമനസ്സുകളെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. അത് മുഹമ്മദ് യൂനിസ് ഭരണകൂടം മറ്റു ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പ്രേരണയോടുകൂടി പ്രവർത്തിക്കുന്നു. അതിനുള്ള നല്ല ഒന്നാന്തരം മറുപടി എന്ന് പറയുന്നത് ചിക്കൻ നെക്ക് പോലെയുള്ള ഭാഗത്തെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് സെമി സൈനിക നീക്കങ്ങൾ, തന്ത്രപരമായ നീക്കങ്ങൾ, ഓപ്പറേഷനുകൾ, അതിലൂടെ ആ പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും കൂടുതൽ ആർമി കോളംസിന്റെ ഡിവിഷനുകളെ ആ ഭാഗത്തേക്ക് വിന്യസിക്കുകയും അങ്ങനെ അവിടെ ഇക്കണോമിക് ആക്ടിവിറ്റി തുടങ്ങത്തക്ക. നാം ഇന്ത്യ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ചൈനയുമായി ബന്ധപ്പെട്ട അതിർത്തികൾ മാത്രമാണ് വലിയ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നത്, സുരക്ഷ ഒരുക്കിയിരുന്നത്. ഇപ്പൊ അവിടെ നിന്നെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4200 കിലോമീറ്ററാണ് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി. നമുക്ക് ചൈനയുമായുള്ള അതിർത്തിയേക്കാൾ കൂടുതൽ ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. കാരണം ചുറ്റി വളഞ്ഞു കിടക്കുകയാണ് ഇന്ത്യയുടെ വടക്കിഴക്കൻ പ്രദേശങ്ങൾ, ബംഗാളിന്റെ വടക്കൻ ഭാഗങ്ങൾ, ബംഗാളിന്റെ പടിഞ്ഞാറൻ, ബംഗാളിന്റെ കിഴക്കൻ ഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ മേഖലകളാണ്. ഇവിടെ എല്ലാം തന്നെ പോറസ് ബോർഡേഴ്സ് ആണ്. ഒന്നുകിൽ ചതുപ്പാണ്, അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും പറ്റാത്ത ഭൂമിയാണ്. ഇവിടെ എല്ലാം വേലി കെട്ടിത്തിരിക്കാൻ 4000 കിലോമീറ്റർ വേലി കെട്ടിത്തിരിക്കാൻ അസാധ്യമായ കാര്യമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകയറ്റങ്ങൾ, നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട് മേയ്ക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ മാറിപ്പോയി എന്നിരിക്കാം, അവരറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല. അപ്പം നോമാൻസ് ലാൻഡ് ഒരുപാട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൃത്യമായി നിശ്ചയിക്കാനുള്ള ഒരു അവസരമായി ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. അത് വലിയ ശ്രദ്ധയാണ്. അതുകൊണ്ടാണ് വലിയ കോലാഹലങ്ങൾ, ഇന്ത്യ വലിയ കോലാഹലങ്ങളും പ്രസ്താവനകളും നടത്താതെ സൈലന്റായി അതിർത്തി ഭദ്രമാക്കുകയാണ്. കാരണം പടിഞ്ഞാറൻ അതിർത്തിയിൽ എപ്പോഴും സൈനിക സന്നാഹങ്ങളുണ്ട്. പക്ഷേ ഈ കിഴക്കൻ അതിർത്തിയിൽ, ബംഗ്ലാദേശ് അതിർത്തിയിൽ കാര്യമായ സൈനിക സന്നാഹങ്ങൾ മുൻപുണ്ടായിരുന്നിട്ടില്ല.
പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതും ഇന്ത്യയുടെ പരമാവധി സൈനിക സന്നാഹങ്ങൾ പാക് അതിർത്തിയിൽ നിന്നും ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നീങ്ങട്ടെ. ചൈന ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, അങ്ങോട്ട് നീങ്ങട്ടെ. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ രണ്ട് പോളിസിയാണ്. ഒന്ന്, ശക്തി ഉപയോഗിക്കേണ്ടിടത്ത് ശക്തി ഉപയോഗിക്കുക. രണ്ട്, നയതന്ത്രത്തിന്റെ പൂർണ്ണമായ സാധ്യതകളെ തള്ളിക്കളയേണ്ടതുമില്ല. അതുകൊണ്ട് ബംഗ്ലാദേശ് ജനതയെ ചേർത്ത് പിടിക്കുന്ന, എക്കാലത്തും ബംഗ്ലാദേശ് ജനതയെ ഇന്ത്യയാണ് ചേർത്ത് പിടിച്ച. ദുരിതങ്ങൾ വരുമ്പോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ, നാളുകളിൽ വേലിയേറ്റം ഉണ്ടാവില്ല എന്ന് എന്താണ് ഉറപ്പ്? വേലിയേറ്റം ഉണ്ടായാൽ, ഒരു ചെറിയ സുനാമിയെങ്കിലും ഉണ്ടായാൽ ബംഗ്ലാദേശ് മുഴുവൻ ഒലിച്ചു പോകും. ആ രീതിയിലാണ് അതിന്റെ ഒരു സ്ഥാനം. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ധാക്കയും ചിറ്റഗോങ്ങും എല്ലാം നഷ്ടപ്പെടും. ആ രീതിയിലാണ്. ബേ ബംഗാളിൽ നിന്ന് ജലം ഒന്നും വേണ്ട. ഫറാക്ക ഡാം തന്നെ വലിയ മുൻകാലങ്ങളിൽ വിഷയമായിരുന്നു. അത് അടച്ചു കഴിഞ്ഞാൽ, ഫറാക്ക ഡാമിൽ നിന്നുള്ള ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കയറി ബംഗ്ലാദേശിന്റെ നിലങ്ങൾ മുഴുവൻ തന്നെ. ഇപ്പൊ പാകിസ്ഥാനെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജലബോംബുണ്ടല്ലോ, സിന്ധു നദീജല കരാർ. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ അണക്കെട്ടുകൾ. ആ അണക്കെട്ടുകൾ തടഞ്ഞു നിർത്തി, ജലം തടഞ്ഞു നിർത്തിയാൽ അതിനർത്ഥം എന്താ? ബംഗ്ലാദേശിലേക്കുള്ള നദികളുടെ നീരൊഴുക്ക് കുറയും. കടൽ ജലം, ഉപ്പുജലം വൻതോതിൽ ബംഗ്ലാദേശിലെ പാടശേഖരങ്ങളിലേക്ക്. പിന്നെ അവിടെ ചണം കൃഷിയില്ല, പിന്നെ അവിടെ ഗോതമ്പ് നെല്ലും കൃഷി ചെയ്യാനാവില്ല. അത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പിണക്കാനാവില്ല. ബംഗ്ലാദേശ് സറൗണ്ടഡ് ഓൺ ഓൾ സൈഡ്സ് ബൈ വൺ കൺട്രി കോൾഡ് ഇന്ത്യ. ഒരു വശത്തെ ചെറിയ സ്ഥലമാണ് മ്യാൻമാറുമായിട്ടുള്ളത് എന്ന് മറക്കുന്നില്ല. അപ്പൊ അവിടെ ഇന്ത്യ പിടിമുറുക്കുന്നത് സൈലന്റ് ഓപ്പറേഷനിലൂടെയാണ്. അതേക്കുറിച്ചുള്ള ഒരു നിർണായക വിവരം പുറത്തു വന്നപ്പോൾ അതിനെ വിശകലനം ചെയ്തു എന്ന് മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.